ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് മോഡേൺ സ്റ്റൈലിൽ നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒറ്റ കുഴികളാണ് സെപ്റ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് മാറിയിട്ട് മോഡേൺ സ്റ്റൈലിൽ ഫിൽട്രേഷൻ വരുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സെപ്റ്റി ടാങ്കും അതിൻ്റെ മെഷർമെൻറ്റുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഏകദേശം അതായത് നമ്മുടെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 3 മീറ്റർ നീളവും അതുപോലെ തന്നെ 1 മീറ്റർ വീതിയും ആഴം ഏകദേശം 2 മീറ്റർ ആഴവുമുള്ള കുഴികളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് ഇവിടെ മെയിൻ ഹോൾ കൊടുക്കാൻ പറ്റാത്ത സൈഡ് രണ്ട് സൈഡിലായതുകൊണ്ട് നമ്മൾ ഇന്നെന്ന് പറയുന്ന ആദ്യത്തെ കുഴിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ കുഴി 3 കുഴി. ഇതാണ് അതിൻ്റെ നോർമൽ ലെവലിൽ വരുന്ന സെപ്റ്റി ടാങ്ക് വരുന്നത്. പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പൈപ്പ് പോയിട്ട് ഒരു ഓവർഫ്ലോ സിസ്റ്റം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെപ്റ്റിക്കിൻ്റെ സിസ്റ്റം. അതായത് ഒറ്റ ലെയർ തന്നെ കുഴിച്ചതിന് ശേഷം അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരെണ്ണം നേരെ ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു കുഴിയിലേക്കാണ് പോകുന്നത്. അവിടെ പ്യുവർ നമ്മുടെ വെള്ളം മാത്രമാണ് വരുന്നത്. അതായത് ഇത് ടാങ്കിൽ നിറച്ചിട്ടിരിക്കുന്ന ഓരോ ലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന വെള്ളം മാത്രമാണ് വരുന്നത്. ഇത് ആദ്യമേ തന്നെ ചെയ്തിരിക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം. ഇന്നെന്ന് പറയുന്നത് 2 സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇന്നെന്ന് പറയുന്ന ആദ്യത്തെ കുഴികളിലാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ക്ലോസറ്റിൽ നിന്നും ബാത്റൂമുകളിൽ നിന്ന് വരുന്ന പൈപ്പ് വേറെ വരുന്നത് ആദ്യത്തെ കുഴിയിലാണ് വരുന്നത്. ആദ്യത്തെ കുഴിയിലാണ് നമുക്ക് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ കുഴി അതിൻ്റെ അടിവശം തമ്മിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സെപ്പറേഷൻ അതിൻ്റെ അടിയിലാണ് ഫസ്റ്റ് കുഴിയും രണ്ടാമത്തെ കുഴിയും തമ്മിൽ ലിങ്കിങ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ സെപ്പറേഷൻ വരുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യം കാണുന്ന നമ്മൾ ഇന്ന് കൊടുത്ത പൈപ്പിൽ നിന്നും 1 ഇഞ്ച് താത്തിയാണ് ആ മൂന്നാമത്തെ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് താത്തിയിട്ടാണ് നമ്മുടെ ഓവർഫ്ലോ കുഴിയിലേക്ക് പോകുന്ന പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓവർഫ്ലോ പൈപ്പിൻ്റെ കുഴിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏകദേശം ആഴം വരുന്നത് ഏകദേശം 2.5 മീറ്റർ ആഴം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അവിടെയാണ് അതിൻ്റെ പ്യുവർ വെള്ളം മാത്രമാണ് അവിടെ നിന്ന്. ആ ഇന്നിലേക്ക് വരുന്ന വെള്ളം രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വെള്ളം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ പ്യുവർ ആയിട്ട് വരുന്ന അതിൻ്റെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്ന 4 ഇഞ്ച് പൈപ്പ് 4 kg പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 kg 4 ഇഞ്ച് പൈപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കമ്പനി നമ്മൾ സുപ്രീമിൻ്റെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് രീതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുഴിയിൽ വന്ന് വീഴുന്ന വേസ്റ്റ്, അതായത് നമ്മുടെ സെപ്റ്റിക്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആദ്യത്തെ കുഴിയിൽ വന്ന് വീഴുന്നു. നമ്മൾ ഈ ടാങ്ക് എല്ലാം തന്നെ നിറച്ചിട്ടിരിക്കണം. അതായത് വെള്ളം മൊത്തം ഫില്ല് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ആദ്യം വരുന്ന വേസ്റ്റ് വന്ന് വീഴുന്ന സമയത്ത് അതിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് വെള്ളം മാത്രം ആ വരുന്ന വെള്ളത്തിന് വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം രണ്ടാമത്തെ കുഴിയിലേക്ക് നിറഞ്ഞു വരുന്നു. ആ രണ്ടാമത്തെ കുഴിയിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ കുഴിയിലേക്ക് ഒരു വെള്ളം വരുന്നു. അങ്ങനെ ആ മൂന്നാമത്തെ കുഴിയിലും ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് ആ അധികമായിട്ട് വരുന്ന ഒന്നാമത്തെ കുഴിയിൽ നിന്ന് രണ്ടാമത്തെ കുഴിയിൽ നിന്നും വരുന്ന വെള്ളം മൂന്നാമത്തെ കുഴിയിലേക്ക് വരുമ്പോൾ ആ വരുന്ന വെള്ളം നേരെ ഓവർഫ്ലോ ആയിട്ട് നേരെ നമ്മുടെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഓവർഫ്ലോ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് മൊത്തം വെള്ളം നിറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വരുന്ന വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം ഒന്നിൽ വീഴുന്ന സമയത്ത് രണ്ടാമത്തേലേക്ക് വരുന്നു, മൂന്നാമത്തേലേക്ക് വരുന്നു, അങ്ങനെ പുറത്തെ നാലാമത്തെ കുഴിയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് സെപ്റ്റി ടാങ്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.